ഇതൊരു പുതിയ ഡിസൈൻ കേക്കാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സത്യം പറഞ്ഞാൽ ചെയ്തു വന്നപ്പോൾ എനിക്ക് ഐഡിയ തോന്നി അങ്ങ് ചെയ്തതാണ്. ചെറിയൊരു റോസ് ഫ്ലവർ ഡിസൈനാണ്. പുതിയൊരു ഡിസൈൻ എന്തെങ്കിലും പരീക്ഷിക്കണമെന്ന് നമുക്ക് തോന്നുമ്പോൾ കുറച്ച് ടൈമൊക്കെ ഉള്ളൊരു സമയമാണെങ്കിൽ നമുക്ക് പുതിയ ഏതെങ്കിലും ഡിസൈനൊക്കെ പരീക്ഷിക്കാനുള്ളൊരു അവസരം കിട്ടും. ചെറിയൊരു പീച്ച് മോഡാണ് ഞാൻ ആ സൈഡിലൊക്കെ കൊടുത്തിരിക്കുന്നത്. പീച്ച് കിട്ടാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒരു നമ്മുടെ റെഡ് കളറും പിങ്ക് കളറും കൂടെ ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ പീച്ച് കളർ കിട്ടും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളുടെ റോസറ്റേ നോസിൽ കൊണ്ട് ആ ക്രീമിൽ തന്നെ കുറച്ച് കളർ മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ റോസ് ഫ്ലവറിൻ്റെ ഈ ഡിസൈൻ കിട്ടും കേട്ടോ. ഇതൊക്കെ ബട്ടർ ക്രീമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നോസിൽസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രഷ് ക്രീമിന് അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഡിസൈൻസൊക്കെ യൂസ് ചെയ്യാനായിട്ട് വളരെയധികം ഉപകാരപ്പെടും. പിന്നെ ആ ഒരു ഫ്ലവർ നമ്മൾ ഒരു വട്ടം പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം സെറ്റായി കഴിയുമ്പോഴത്തേന് ഈ കളറങ്ങ് ഉള്ളിലോട്ട് അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡെലിവറിക്ക് മുമ്പായിട്ടെടുത്ത് ഒന്നും കൂടെ ഇതൊന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുത്താൽ കുറച്ച് നല്ല എഫക്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് റോസ് കഴിഞ്ഞിട്ട് എനിക്ക് അതിനകത്ത് ലീഫ് കൊടുക്കാനായിട്ട് ഞാൻ ബ്രഷ് കൊണ്ട് ഹാൻഡ് പെയിൻറ്റിങ് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. കേക്കിലൊക്കെ ഹാൻഡ് പെയിൻറ്റിങ് ചെയ്യുന്നത് വളരെയധികം ഇഷ്ടമുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ഞാനത് കൂടുതൽ എൻജോയ് ചെയ്താണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഹാൻഡ് പെയിൻറ്റിങ്ങും എല്ലാം ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ കേക്ക് ഈ ഒരു രീതിക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. അപ്പം കേക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ബൈ.